ലത്തീൻ സമുദായം മിണ്ടിപ്പോകരുത് എന്ന തലക്കെട്ടോടെ ഫാദർ ജോഷി മയ്യാറ്റിൽ ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പ് ശ്രദ്ധേയമാകുന്നു. കുറിപ്പിന്റെ പ്രസക്ത ഭാഗങ്ങൾ ഇങ്ങനെയാണ്. സമുദായങ്ങളെ പരിഗണിക്കുന്ന ഭരണഘടനയാണ് നമുക്കുള്ളത്. അത് ജാതിയുടെ അടിസ്ഥാനത്തിലാണ്. പിന്നോക്ക വിഭാഗങ്ങളെ സംരക്ഷിക്കുവാനുള്ള ജാഗ്രതയുടെ ഭാഗമാണത്. രാഷ്ട്രീയ പാർട്ടികൾ ഈ പരിഗണനകളെ തരാതരം പരിപോഷിപ്പിക്കുകയോ ചവിട്ടിമെതിക്കുകയോ ചെയ്യാറുണ്ട്. ജാതി സംവരണം ഇല്ലാതാക്കാൻ തന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ടിരിക്കുന്ന പാർട്ടിയാണ് BJP എന്ന് അറിയാത്തവരില്ല. കോൺഗ്രസ് ആകട്ടെ ജാതി സംവരണത്തിന് വേണ്ടി ഉണർവോടെ നിലകൊള്ളുന്നു എന്നാണ് അവകാശപ്പെടുന്നത്. പക്ഷേ കോൺഗ്രസിന്റെ നിലപാടുകൾ നോക്കിയാൽ ഒരു കാര്യം വ്യക്തമാകും. മുസ്ലിം മതത്തിനു വേണ്ടി അരയും തലയും മുറുക്കി നിലകൊള്ളുന്ന പാർട്ടിയാണത്. മുസ്ലിം ലീഗിന്റെ ആധിപത്യമാണ് കോൺഗ്രസിനെ അത്തരം ഗതികേടുകളിലേക്ക് വലിച്ചിഴയ്ക്കുന്നത് എന്നത് വാസ്തവമാണ്. ശരീഅത്ത് നിയമം ഭരണഘടനയ്ക്ക് മീതെ സ്ഥാപിച്ച വഖഫ് നിയമത്തിന്റെ ഭീകരത നന്നായി അറിയാവുന്നവരാണ് മലയാളികൾ. കേരളത്തിലെ സംവരണ ലിസ്റ്റ് എടുത്തു നോക്കിയാലും സമാനമായ ഭരണഘടനാ വിരുദ്ധത വ്യക്തമാകും. എല്ലാ മുസ്ലിങ്ങൾക്കും ഇവിടെ സംവരണാനുകൂല്യങ്ങൾ ലഭിക്കുന്നു. അത് ജാതിയുടെ അടിസ്ഥാനത്തിലല്ല എന്ന് ആർക്കാണ് അറിയാത്തത്? ജാതി സംവരണത്തിന് അർഹരായ മുസ്ലിം വിഭാഗങ്ങളെ സച്ചാർ കമ്മിറ്റി കൃത്യമായി വേർതിരിച്ചു കാണിച്ചിട്ടും കേരളത്തിൽ അത് അവഗണിച്ച് മുസ്ലിമായാൽ സംവരണമെന്ന വിധം സംവരണ ലിസ്റ്റ് തയ്യാറാക്കിയത് കോൺഗ്രസ് സർക്കാരാണ്. മുസ്ലിം ലീഗിന്റെ സർവാധിപത്യം കോൺഗ്രസിന്റെ മൂല്യങ്ങളെ വിഴുങ്ങിക്കളഞ്ഞ ഇക്കാലത്ത് കൊച്ചു കൊച്ചു സമുദായങ്ങളുടെ പ്രശ്നങ്ങളോടും ആവശ്യങ്ങളോടും അവകാശങ്ങളോടും കോൺഗ്രസിന് പുച്ഛമാണ്. ലത്തീൻ സമുദായത്തിന് ആൾബലമുള്ള ഏകയിടമാണ് കൊച്ചി, എറണാകുളം പ്രദേശങ്ങൾ. അവിടുത്തെ കാര്യങ്ങളിൽ പോലും സമുദായ ഡിമാൻഡ് പബ്ലിക്കായി പറയുവാൻ ലത്തീൻ സഭയ്ക്ക് കോൺഗ്രസ് അനുവാദം തന്നിട്ടില്ലെന്ന് ലത്തീൻ സഭാ വക്താവ് ജോസഫ് ജൂഡിന് മനസ്സിലായിട്ടില്ല. ജാതി അവകാശം പബ്ലിക്കായി നടത്താൻ ഇവിടെ വെള്ളാപ്പള്ളിക്കും സുകുമാരൻ നായർക്കുമേ അവകാശമുള്ളൂ. പിന്നെ ഒരാൾക്ക് എല്ലാ അവകാശങ്ങളുമുണ്ട്. അത് തങ്ങളാണ്. തങ്ങൾ ജാതി പറയില്ല, മതമേ പറയൂ. മുസ്ലിങ്ങൾക്ക് വേണ്ടി തങ്ങളോ തങ്ങളുടെ സിൽബന്ദികളോ എന്തു ചോദിച്ചാലും പബ്ലിക്കായാലും പ്രൈവറ്റായാലും കോൺഗ്രസിന് പെരുത്ത് സന്തോഷമേയുള്ളൂ. അത് 6ാം മന്ത്രിയായാലും ഓക്കെ എന്ന വാക്കുകളോടെയാണ് ഫാദർ ജോഷി മയ്യാറ്റിൽ ഫേസ്ബുക്ക് കുറിപ്പ് അവസാനിപ്പിക്കുന്നത്.